അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബ്ലോവർ പിന്നിലേക്ക് മാറ്റി, അതുപോലെ തന്നെ ആ ഡാഷ്ബോർഡിലെ സ്വിച്ച് കാര്യങ്ങളൊന്ന് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്പീഡോമീറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഊരി നോക്കാൻ പോവുകയാണ്. കാരണം ഇതിൻ്റെ ഈ ഒരു പെട്രോളിൻ്റെ പകുതി വന്ന് സ്റ്റക്ക് ആവുന്നൊരു പ്രശ്നമുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ രണ്ട് സംഭവം നമ്മൾ നോക്കണം. അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്യാണ്ട്, കാരണം ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു ഫംഗസ് വന്ന പോലെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ജിപ്സിയുടെ സ്പീഡോമീറ്റർ വരുന്നത്. ആകെ എത്ര പോകുന്ന ഒരു സംഭവം വരുന്നുള്ളൂ. ഇതിൻ്റെ മുന്നത്തെ ഭാഗം നമുക്ക് മാറ്റിയേക്കാം, കാരണം ഇതിൻ്റെ ആവശ്യമില്ല. ഇത് പ്രിസിയോളിൻ്റെ സ്പീഡോമീറ്റർ ആണെന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്പീഡോമീറ്ററിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് ഇത് വരുന്നത് സാധാരണ ഗ്ലാസ് ആണ് വരുന്നത്, നോർമൽ ഗ്ലാസ് ആണ് വരുന്നത്. സെൻറ്ററത്തതും ഏകദേശം അതേപോലെ തന്നെയാണ്, പക്ഷേ സെൻറ്ററത്ത് ഒരു ഫൈബർ ഗ്ലാസ് പോലെയാണ് വരുന്നത്. ഇതിന്മേൽ പെട്ടെന്ന് വര വീഴും. അപ്പോൾ ഇത് എവിടെയും തൈ കഴിഞ്ഞാൽ വേഗം പൊട്ടും ചെയ്യും കേട്ടോ. പിന്നെ ഇതിനെ പിടിച്ചെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ പശ വെച്ച് ഒട്ടിച്ചതാണ്. ഈ രണ്ട് സൈഡും റബ്ബറാണ്. നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കാരണം ഇത് പോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്നും ചാടിപ്പോയില്ല. കാരണം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഈ ഭാഗങ്ങളുള്ളതുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കും. ഇതുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ലൂസ് ഉണ്ടെങ്കിൽ ഇതെന്തായാലും ഒരു സിലിക്കോൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊക്കെ തീരും. ഇതിലിപ്പോൾ എവിടെയോ ഒരു ലീക്കിങ് പ്രശ്നങ്ങളുണ്ട്, കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഫംഗസ് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നല്ല പൊടിയുണ്ട്. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പിൻഭാഗം വരിക. പിൻഭാഗത്തായിട്ട് ഇത് ഏറ്റവും സൈഡിലായിട്ടുള്ള ഈ ഒരു 2 പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ടെമ്പറേച്ചറിൻ്റെയാണ്. ഈ ഭാഗത്ത് വരുന്ന 4 എണ്ണം നമ്മളുടെ ഫ്യൂവലിൻ്റെയാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മളുടെ സ്പീഡിൻ്റെ ആ ഒരു ഡയലിൻ്റെ ആ ഭാഗം വരുന്നത്. ഇതെല്ലാം അനലോഗാണ്, കാരണം ഇതിലേക്കൊരു കേബിൾ ഒന്ന് ജാമായിട്ട് ഇത് തിരിയുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതെല്ലാം ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ ബാക്കിൽ വരുന്നത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു പേപ്പറാണ് വരുന്നത്. അതിലേക്ക് ഈ സർക്യൂട്ട് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ലൈറ്റുകളുടെ ഭാഗങ്ങൾ മൊത്തം ഊരിയെടുക്കാം. ഇപ്പോൾ നമ്മളെ ചെറിയ ലൈറ്റുകളെ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെറിയ ലൈറ്റ് വരിക. ഈ ചെറിയ ലൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്, കാരണം പെട്ടെന്നൊരു ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. വളരെ അപൂർവം ചില ഷോപ്പുകളിൽ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ തന്നെ LED കിട്ടും, കിട്ടാത്ത കുറവൊന്നുമില്ല. ചെറിയൊരു ഹാലജൻ ബൾബാണ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കുക ചെയ്യുക. ഇതുണ്ടോ, ഇതിനങ്ങ് അമർത്തി കൊടുത്താൽ ഇതവിടെ ഇരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചെറിയ ലൈറ്റ്. അതിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. വലിയ ലൈറ്റുകൾ, ഇതാണ് ഇതിൻ്റെ വലിയ ലൈറ്റ് വരുന്നത്. വലിയ ലൈറ്റ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ബൈക്കിൻ്റെ പാർക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ബൾബ് തന്നെ വരുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ സൈഡ് ഇൻഡിക്കേറ്ററിനും കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ LED വാങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം, കാരണം ഈ ഒരു പോർഷനിൽ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു മോഡലും നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഇത് നമ്മളുടെ കാര്യങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഈ സൈഡുകളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനായിട്ട് ഒരു സാൻഡ് പേപ്പർ എടുത്താൽ മതി. കോർണർ ഭാഗങ്ങളെല്ലാം ഒന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ ഉരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ LED കയറരുത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എന്തായാലും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും. അത് മാത്രം ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കയറിപ്പോകും. ഇത് നമ്മളുടെ ഏത് ബൈക്ക് ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ആക്സറി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ബൈക്കിൻ്റെ പാർക്ക് ലൈറ്റ് LED ആണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനെ ഊരിയെടുക്കാനായിട്ട് ഇവിടെ സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ ഇത് ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ലോക്കല്ല, ഒരു ജസ്റ്റ് ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു പോലെ ഒരു സംഭവം ഇവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ഊരിയെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ഇവിടെ നിന്ന് പൊന്തിച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇത്ര വരുന്നത്. ഈ പോർഷനും നല്ല ചില്ല് ഗ്ലാസ് ആണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നത് ഫൈബർ ഗ്ലാസ് ആണ് വരുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ചില്ലിൻ്റെ പോലെ തന്നെയാണ്. അത് കൊട്ടുമ്പോൾ സൗണ്ടിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷർ വരാറുണ്ട്. അത് ഓരോ വണ്ടിക്ക് ഓരോ പോലെ ആയിരിക്കും. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ പശയൊക്കെ ഏകദേശം പോന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഒലിച്ച് വരുന്നുണ്ട്. പിന്നീടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആകെ ഒരു ചളി പിടിച്ച് കിടക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ പോർഷൻസ് ഊരിയെടുക്കാൻ ഇത് കണ്ടോ, ജസ്റ്റ് പിടിക്കുക, ഒന്നങ്ങ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഊരിപ്പോരും. അപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ, ഇവിടെ ചെറുതായിട്ട് ജാമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൂചി കാര്യങ്ങളൊന്നും ലെവലാക്കാണ്ട് പിന്നെ ഈ ഒരു പോർഷനെ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഊരി എടുക്കണം എന്നുണ്ടെങ്കിൽ
നമുക്കിതിനെ തിരിച്ച് വെച്ചിട്ട് ഇതാ ഈ പോർഷനിൽ 2 സ്ക്രൂ ഉണ്ട്, ഇത് നമുക്ക് വരണം. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്ലെയർ വെച്ചിട്ട് എടുക്കാം. ഇതിൻ്റെ ശരിക്കും പ്രോപ്പർ ടൂള് വേറെയാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ആ ഒരു ഭാഗം ഊരി പോന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ടെമ്പറേച്ചർ മീറ്ററാണ്. അപ്പോൾ ടെമ്പറേച്ചർ മീറ്ററിൻ്റെ പുറകു ഭാഗത്തായിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കോയിലിൻ്റെ ഒരു പോർഷനാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നത് എനിക്കറിയില്ല, കാരണം ഇതിൽ എനിക്ക് കാണുമ്പോൾ ചെറുതായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആകെ വരുന്ന ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ റസ്റ്റ് കയറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. കാരണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നത് എനിക്കറിയില്ല. കാരണം ഇത് പകുതി വരെ വന്ന് ഏകദേശം അവിടെ കട്ടായി നിൽക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് WD-40 അടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ നല്ല റസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. ഇനി ഇതൊന്ന് ഉണങ്ങുന്നവരേക്കും നമുക്ക് കാത്തിരിക്കാം. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ ബാറ്ററി 12 വോട്ട്സിൻ്റെ ബാറ്ററി എടുക്കുക. ഇതേപോലെ ഒരു ക്ലിപ്പ് എടുക്കുക. ജസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവും ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അത് മുകളിലും താഴെയും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഏത് ടെർമിനൽ എടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വർക്കായോ ഇല്ലയോ എന്ന് അറിയാൻ ഏറ്റവും സിമ്പിൾ വഴി അതാണ്. ഇതിൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നും വരുന്നില്ല. ഒന്ന് ഇതിൻ്റെ വയറിങ് ഏതെങ്കിലും വിട്ട് നിൽക്കുന്നുണ്ടോ നോക്കണം. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കട്ടിംഗ് ആയിട്ട് ഇതിനെ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അത്ര തന്നെ ഉള്ളൂ. ഇനി നമ്മളിത് പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പെട്രോളിൻ്റെ ഒന്ന് ഊരാം. ഓക്കെ, നമ്മളങ്ങനെ അത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എർത്തിങ്ങിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ പുറകു ഭാഗത്തു നിന്നുള്ള ഈ ഒരു സംഭവത്തിനെ ജസ്റ്റ് ഒന്ന് ഇതുണ്ടോ, ഇതിൽ ഈ ഒരു പോർഷൻ മാത്രം ഇവിടുന്ന് പോന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് തള്ളി അപ്പുറത്തേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്യൂവലിൻ്റെ മീറ്റർ വരുന്നത്. ഫ്യൂവലിൻ്റെ മീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ പോർഷനിലായിട്ട് മുകളിലത്തെ പോർഷനിലായിട്ട് ഒരു വൈൻഡിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്യൂവലിന് 2 വൈൻഡിങ്ങാണ് വരുന്നത്. ഇവിടെ താഴെ ഒന്ന് വരുന്നുണ്ട്, മുകളിലൊന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് റസ്റ്റ് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അഡീഷണൽ എർത്താണ് എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഈ നടുക്കത്തെ പോർഷനിലേക്കായിട്ട് മറ്റൊരു പിന്നോടി വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇതൊരു റിപ്പയറിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണ്ട, ഒരു ഡിസ്അസംബ്ലിംഗ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുക, ഇടുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ആക്കാൻ പറ്റും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവിലേക്കും നമ്മൾ ഒരു 12 വാട്ട്സിൻ്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം രീതിക്ക് നമ്മൾ വണ്ടിയിൽ നിന്ന് ഒരു വയർ എടുത്തു. അതിനുശേഷം ഇതിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു. ഫ്യൂവലിൻ്റെ ആ ഒരു പോർഷൻ ഇതാ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മീറ്റർ വർക്കിംഗ് ആണ്. ഇനി ഇത് എടുത്തു കഴിയുന്ന സമയത്ത് മുകളിലേക്ക് പോയ സ്പീഡ് തന്നെ താഴേക്ക് വരില്ല, പതുക്കെ താഴേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 വയർ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മളുടെ ഫ്യൂവൽ മീറ്ററും അതുപോലെ തന്നെ ടെമ്പറേച്ചർ മീറ്ററും സംഗതി വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ വയർ കൊടുത്തിട്ട് ഇത് പൊങ്ങുന്നുണ്ട് എങ്കിൽ നമ്മളുടെ സ്പീഡോമീറ്ററിലെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫ്യൂവൽ ആയിക്കോട്ടെ, ഈ രണ്ടിൻ്റെയും മീറ്റർ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചോദിച്ചാൽ ഇതിൻ്റെ വരുന്ന ലൈന്, അതായത് പെട്രോളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ ടാങ്കിൻ്റെ അവിടേക്ക് വരുന്ന ലൈന് ഒന്ന് എർത്തുമായിട്ട് തട്ടിച്ച് നോക്കുക. അപ്പോൾ തട്ടിച്ച് നോക്കുന്ന സമയത്ത് വണ്ടിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഇരിക്കാൻ പറയാം. ഇത് പൊങ്ങി വരുന്നുണ്ട്, മാക്സിമം ഫുള്ളായിട്ട് പൊങ്ങി വരുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ഫ്യൂവലിൻ്റെ ഈ ഒരു മീറ്ററും വർക്കിംഗ് ആണ്, അതുപോലെ തന്നെ ലൈനും വർക്കിംഗ് ആണ്. ഇത് പൊങ്ങി വരുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടേക്ക് ഒരു കണക്ഷൻ കൊടുത്തു നോക്കാം. അത് നമ്മളുടെ ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ ബോക്സിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊടുത്തു നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് പൊങ്ങി വരുന്നില്ല എങ്കിൽ ഇതാണ് കംപ്ലൈൻറ്റ്.
പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മളുടെ ലൈനിൽ, അതായത് ആ വയറിങ്ങിൽ എന്തോ ഒരു ഡാമേജ് ഉണ്ട് എന്നാണ്. അതല്ല, ഇനി നമ്മളുടെ ആദ്യം തന്നെ അത് എർത്തുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്രോൾ പ്ലോട്ടിനാണ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പെട്രോളിൻ്റെ ഈ ഒരു മീറ്റർ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ റേഡിയേറ്റർ ഹോസിൻ്റെ ആ ഒരു ഭാഗത്താണ്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആ മുകൾ ഭാഗത്തായിട്ട് റേഡിയേറ്ററിൻ്റെ ആ വരുന്ന പൈപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ബ്രാസിൻ്റെ സ്വിച്ച് കാണും. സ്വിച്ച് എന്നല്ല, ഇതുപോലുള്ള ചിലപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിക്കായിരിക്കാം. ഇതാണ് നമ്മളുടെ ടെമ്പറേച്ചറിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് ഒരു വാഷർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനൊരു ബ്രാസിൻ്റെ ഒരു രൂപമായിരിക്കും. ഇത് ഹീറ്റ് തട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഹീറ്റ് ഇതിലേക്ക് വരുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ മീറ്ററിലേക്ക് ഇതിൻ്റെ ഇത് പോകുന്നത്. ഇതൊക്കെ അനലോഗാണ്. പിന്നെ ഈ ഒരു സംഭവം പല രൂപത്തിലിരിക്കും. ഇതിൻ്റെ തലഭാഗം കണ്ടോ, രണ്ട് തരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ഓരോന്നും ഓരോ വണ്ടിയുടെയാണ്. അപ്പോൾ ഇത് ടൊയോട്ട 1C എഞ്ചിൻ്റെയാണ്. ഇത് ഏതിൻ്റെ ആണെന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് വെക്കുന്ന ഇത്, അതായത് നമ്മളെ പെട്രോളിൻ്റെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു സ്വിച്ചിൻ്റെ ഇത്ര ഭാഗം മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ നിന്ന് വരുന്ന വയർ ഇത് ഊരുക. ഇത് ഊരിയതിന് ശേഷം ബോഡിയിലേക്ക് എവിടെയെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനിലേക്ക് എവിടെയെങ്കിലും തട്ടിച്ച് വെക്കുക. അപ്പോൾ തട്ടിക്കുന്ന സമയത്ത് ഇത് പൊങ്ങി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് കംപ്ലൈൻറ്റ്. ഇല്ല, ഇത് പൊങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ വയറോ അല്ലെങ്കിൽ ഇതോ ആണ് ഡാമേജ് വരുന്നത്. അത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മളുടെ മെയിനായിട്ടുള്ള ഇതിൻ്റെ പുറകു ഭാഗം നമുക്ക് ഊരിയെടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് ഊരി പോകുന്നു. ഇനി കുറച്ച് ടൈറ്റായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഈ ഒരു കുനിപ്പുള്ള അവിടെ ഉള്ളത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് അടിഭാഗത്ത് നിന്ന് ജസ്റ്റായിട്ട് ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. ഇത് കണ്ടോ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് പോരും. ഇത് കുറച്ച് കാലപ്പഴക്കമുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ എടുക്കുന്നത് ശ്രദ്ധിച്ച് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ പേപ്പർ ഡാമേജ് ആവും, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അതായത് ഈ ഒരു കാലിൻ്റെ അവിടെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പേപ്പർ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ബോർഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഒന്നെങ്കിൽ കോയമ്പത്തൂരോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡീലേഴ്സുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകുഭാഗത്ത് കണ്ടോ, വേറെ ഒരു തരത്തിലുള്ള സംഗതികളും വരുന്നില്ല. ഇതിൻ്റെ അടുത്ത സർക്യൂട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ് വരുന്നത്. ഇങ്ങനെ ഒരു സിമ്പിൾ ബോർഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ പോർഷൻസ് ഇത് കണ്ടോ, ഈ പോർഷൻസ് എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ മായ്ക്കുന്ന റബ്ബർ എടുക്കുക. റബ്ബർ എടുത്തതിന് ശേഷം ഈ ഒരു പോർഷനിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് മായ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്ന ക്ലാവുകൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഇത് ഇളകിപ്പോരും. ഇതുണ്ടോ, അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ സംഭവങ്ങൾ പോരും. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നമ്മുടെ ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ നമ്മുടെ ക്ലീനിങ്ങിൽ വരുന്നത്. ഈ ഒരു എല്ലാ പോർഷൻ്റെയും ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഭാഗങ്ങളൊന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവില്ല, കാരണം ഇതിന് നല്ല കാലപ്പഴക്കമുണ്ട്. ഇത്ര മാത്രമാണ് ഇതിൻ്റെ ബാക്കിലെ പേപ്പർ വരുന്നത്. ഈ ഒരു സ്പീഡോമീറ്ററിന് തന്നെ ഏകദേശം 2000 സംതിങ് രൂപയെ വരുന്നുള്ളൂ. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഭാഗം കൂടി ഊരിയെടുക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. ഇത് ഊരെടുത്ത് കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് പോരും. ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് നല്ലതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മുന്നിലേക്ക് ചാടും. അപ്പോൾ അതിനുള്ളത് നിങ്ങൾ നിൽക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക, സ്ക്രൂ ഊരുക. അതിന് ശേഷം നമുക്ക് ഈ അടിഭാഗത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്കിതിനെ മെല്ലെ ഒന്ന് മുന്നിലേക്ക് എടുക്കാം. ഇനി ഇതാണ് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ വരുന്നത്. സ്പീഡോമീറ്ററിൻ്റെ ഭയങ്കര ആനക്കുട്ടി സംഭവങ്ങളൊന്നും തന്നെ അല്ല. ഫ്രണ്ടിലെ ഈ ഒരു ഭാഗത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഇതുണ്ടോ, ചെറിയൊരു സംഭവമാണ് ഇതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വിരലുകൊണ്ട് തിരിച്ചാൽ ഈ സാധനം പോരുമില്ല, ഷുവറാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിസ്ക് എടുക്കണ്ട. സ്പീഡോമീറ്റർ തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സാഹസികങ്ങളൊന്നും എടുക്കണ്ട. ഇത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക, ഒരു പരന്ന സ്ക്രൂ ഡ്രൈവർ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കട്ടിങ് ഉണ്ടോ, ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ഇതെടുക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ടൈപ്പുള്ള ഒരു ചെറിയൊരു കട്ടിങ്ങാണ് വരുന്നത്. ആ കേബിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഇത് വയ്ക്കുക. വെച്ചതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് ഇതിനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ തിരിക്കലിൻ്റെ സ്പീഡിനനുസരിച്ചാണ് ഇത് പൊങ്ങി വരുള്ളൂ. ഇതുണ്ടോ, അപ്പോൾ സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്.